ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രീതാസ് കെ വി കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഒരു ചെറിയ ക്രിസ്മസ് സെലിബ്രേഷനാണ് നിങ്ങൾക്കിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു പുൽക്കൂട് ഉണ്ടാക്കാം അല്ലേ? നമ്മുടെ പുൽക്കൂട് ഏകദേശം റെഡിയായി കേട്ടോ. പക്ഷെ ഇന്നത്തെ നമ്മുടെ സെലിബ്രേഷൻ എൻ്റെ ചേച്ചിയുടെ മകളുടെ വീട്ടിലാണ്. എല്ലാവരും ഇന്ന് രാത്രി അവിടത്തേക്ക് പോകുന്നു. അപ്പോൾ എല്ലാം റെഡിയായിരിക്കുക പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോകുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് ഒരു കേക്കൊക്കെ വാങ്ങണം. ഇതാ ഇവിടെ ഒരു സ്വീറ്റെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ട്. അവിടെയാണ് കേക്ക് വാങ്ങാൻ കയറിയത്. കുറച്ച് ലേറ്റായി പോയി പോകാൻ. പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ലേറ്റായതാ. റോഡ് സൈഡിലുള്ള വീടുകളൊക്കെ നല്ല ലൈറ്റ് ഡെക്കറേഷൻ പിടിപ്പിച്ചിട്ടാണുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. നൈറ്റ് ആയതുകൊണ്ട് പോകുന്നതിൽ ഭയങ്കര രസമാണ് കാണാൻ. നമ്മുടെ സ്ഥലം ഏകദേശം എത്താറായി കേട്ടോ. ഈ വീടുകളൊക്കെ കണ്ടോ, നല്ല ഡെക്കറേഷൻ, ബൾബ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മുടെ വീടെത്തി. ഇവിടെ ഇറങ്ങാൻ പോന്നാണ്. ഇതെല്ലാവരും വീട്ടിന് പുറത്ത് വന്ന് നിന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ വീട്ടുടമസ്ഥൻ സിബി ആന്റണി വരുന്നു ഡാൻസുമായിട്ട്. ഇതാണ് നമ്മുടെ ലാലുക്കുട്ടി. നാണം കൊണ്ട് വാതിലിനപ്പുറത്ത് നിന്നതാ. ഇവിടുത്തെ പുൽക്കൂടൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. അതുപോലെ ക്രിസ്മസ് ട്രീ, സ്റ്റാറൊക്കെ അതിഗംഭീരമായിരിക്കുന്നു. പിന്നെ നമ്മൾ കുറച്ച് കളികളൊക്കെ കളിച്ചു. അവിടുന്ന് സൂപ്പറായിരുന്നു. അതിനുശേഷം നമ്മൾ ഒരു ലഘു ഭക്ഷണം കഴിച്ചു. ചർച്ചിലേക്ക് പോയി. ചർച്ചിൽ പോയി പ്രാർത്ഥന ചെയ്തു. പിന്നെ ആ പ്രാർത്ഥന ടൈമിൽ വീഡിയോ പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അടുത്തുള്ളൊരു മറ്റൊരു ചർച്ചിലേക്ക് പോയി. അവിടുന്ന് വീഡിയോ ഒക്കെ പിടിച്ചു. പിന്നെ ഞങ്ങൾ ചർച്ചിൽ നിന്ന് തിരിച്ചു. പിന്നെ റോഡ് സൈഡിൽ പൊടി ഉണ്ടെങ്കിൽ
പൊടി ഇട്ടിട്ട് ഒരു കിലോയ്ക്ക് 2 തേങ്ങ, വലിയ തേങ്ങ ആയിരിക്കണം. എന്നിട്ടില്ലേ ഈ ഇതിൽ ജീരകം, പിന്നെ വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി ഇതെല്ലാം അരച്ചവിടെ വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് പൊടി വറുക്കരുത്, പച്ചപ്പൊടി വേണ്ട. വറുത്താൽ ഇത് കിട്ടൂല. അതിന്റെ വറുക്കരുത്, നമ്മൾ പുട്ടീനൊന്നും വറുക്കരുത്. പുട്ടീന് വറുത്താൽ അതിന് രുചി കിട്ടില്ല. അത് കിട്ടില്ല, വറുത്തില്ലേ? അത് വറുത്ത് കഴിഞ്ഞിട്ട് ഏത് വറുത്ത അത് ഇടയ്ക്ക് ചോറിന് ചോദിക്കും, അതിന് മറുപടി തന്നെ. ഭയങ്കര വിറ്റാ, ഇടക്കിടക്ക് ചോദ്യം ചോദിക്കാന്ന് പറയണേ. നിങ്ങളുടെ എണ്ണ തടാൻ ഉപയോഗിച്ച സാധനം എന്താ? സവോള. ഇതിങ്ങനെ വെച്ചില്ലേ മാവ് മൂടിയിട്ട്. കുഞ്ഞമ്മയുടെ കള്ളപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാം അടുപ്പ് കത്തിച്ചിട്ടേ ഉണ്ടാക്കും, ഗ്യാസ് മൂപ്പർ ഉപയോഗിക്കുകയില്ല. പിന്നെ 3 തരം ഇറച്ചിയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ബീഫ്, പന്നി, ചിക്കൻ. ഇതെല്ലാം നമ്മുടെ സിബിച്ചേട്ടനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഹിന്ദുസ്ഥാനിലെ അവരും നന്നായിട്ട് പന്നി കൂട്ടുന്നവർ ഇവിടെയുള്ളവർ. കാരണം അവർക്ക് അവരുടെ സ്പെഷ്യൽ ഈ വിഷു പന്നി നമ്മൾ കുക്കറിൽ ഒരു വിഷലിന് വേഗം വെച്ച പന്നിയാണ് ഇട്ടേക്കുന്നത്. പന്നി ഏകദേശം ആയി വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ കുറച്ച് ഗരം മസാല ഇടുകയാണ്. പൊടിച്ച് വെച്ച കുരുമുളക് പൊടി, മുളക് കുറച്ച് ഇട്ടിട്ടില്ല. കുരുമുളകിൻ്റെ ടേസ്റ്റ് പന്നിക്ക് കുറച്ച് മുമ്പിൽ നിൽക്കണം. അപ്പോൾ ഇത് ചിക്കനാണ്. ഇവിടെ ചിലർ വന്നിട്ട് പന്നിയും പോത്തും കൂട്ടൂല, അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ചിക്കൻ വന്നിട്ട് അങ്ങനെ പന്നി ഇറച്ചിയും ചിക്കൻ കറിയും ബീഫ് ഫ്രൈയും ഒക്കെ റെഡി ആയിരിക്കുന്നു. ചായയൊക്കെ റെഡി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കില്ല എല്ലാവരും. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഇവരെ സൈറ്റിലൊന്ന് കാണാൻ വന്നതാണ്. ഭയങ്കര ഒരു കുന്നുപോലത്തെ സ്ഥലമാണ്. നല്ല പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലമാണിത്. ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു അരുവിയുണ്ട്. ഇതായി കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് ഇവിടുന്ന്. പിന്നെ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും മേരി ക്രിസ്മസ്. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.